ശ്രീ അബിൻ വർക്കി, ഇവിടെ എന്താണ് ഇവിടെ ആ പുസ്തകം അബിൻ മൊത്തം വായിക്കാനുള്ള സമയം ഉണ്ടാകുമോ എന്നറിയില്ല. ആ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും വായിച്ചു കഴിഞ്ഞാൽ ഇതാ നോക്കൂ, അതിൻ്റെ ഒരു ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് പറയുന്നത്? ഇന്ന് സാന്റിയാഗോ മാർട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ് പാർട്ടിയിലെ വിഭാഗം ഇത്തരം കാൽപ്പനിക സൃഷ്ടികൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. വി എസ് അച്യുതാനന്ദൻ ഇത് ആയുധമായി ഉപയോഗിച്ചു. അന്ന് എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പ്രഭാവർമ്മയ്ക്കെതിരെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്താണ് പക്ഷേ വിവാദ വ്യവസായങ്ങൾക്കെതിരെ ബന്ധു നിയമനം എന്ന പേരിൽ ശരിക്കും ഒരു വേട്ടയാടൽ. ഈ വാർത്തയുടെ ആവിർഭാവം പോലും ഡൽഹിയിൽ നിന്നായിരുന്നു. ഒരു പ്രമുഖ ചാനലിൻ്റെ ഡൽഹിയിലുള്ള ലേഖനാണ് കഥ ആദ്യം തുടങ്ങിയത്. പാർട്ടി കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പോലും കെൽപ്പുണ്ടെന്ന് അവകാശപ്പെടുന്ന വംശമാണ്. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പക്ഷേ ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന പ്രശാന്ത് രഘുവംശമല്ല. ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന യഥാർത്ഥത്തിൽ ആർ ശ്രീത്താണ്. അത് എന്തോ ഇ പിക്ക് തെറ്റിയതാണ്. ഈ വാർത്താ വഴിയിലെ ഓരോരോ ഇൻസൈഡ് ഇൻഫർമേഷനൊക്കെ അതിൻ്റെ ഓരോരോ പേജുകൾ പറയുന്നുണ്ട്. ദേശാഭിമാനിക്കാലത്ത് പ്രഭാവർമ്മ എങ്ങനെയാണ് അവിടെ വന്നതെന്നും അദ്ദേഹത്തിന് ഈ പറയുന്ന പത്രപ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യം സാഹിത്യ സൃഷ്ടികളാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇ പി പറയുന്നുണ്ട്. ഇത് വായിച്ചാൽ ഒരുപക്ഷെ ഇതിൻ്റെ ഭാഷ വ്യക്തിപരമായി ഇതിൻ്റെ ഭാഷ മൊത്തത്തിൽ അത്തരത്തിലൊരു പുസ്തകത്തിലേറെ നിലവാരമുള്ള ഭാഷയാണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ കൂടിയും ഇ പിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ, ഇ പിക്ക് മാത്രം അറിയാവുന്ന അടരുകൾ ഇത് ഡി സി വ്യാജമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാണ് അബിൻ വർക്കി? എന്നാൽ അതേസമയം ഡി സി ഈ കരാറുണ്ടെങ്കിൽ ഡി സി കരാർ പുറത്തുവിടാം, അല്ലെന്നുണ്ടെങ്കിൽ ഡി സിയുടെ സാധാരണ സൃഷ്ടി അനുസരിച്ച് ഈ പറയുന്ന പുസ്തകത്തിൽ ഇ പി ജയരാജൻ മുഖ്യമന്ത്രി ഇ പി ജയരാജൻ്റെ മാത്രം സ്വകാര്യ ശേഖരത്തിലെ ചിത്രങ്ങൾ, ഇതിൻ്റെ ഓരോരോ ചാപ്റ്ററുകൾ, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അയച്ചു കൊടുത്ത ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡി സിക്ക് പുറത്തുവിടാമല്ലോ. ഡി സി ഒന്നും ചെയ്യുന്നില്ല. 100 വർഷം അല്ലെങ്കിൽ ഈ പറഞ്ഞ 1974 സ്ഥാപിതമായ അവരുടെ ലെഗസി മന്തയിൽ അധിക്ഷേപിക്കപ്പെടുമ്പോഴും ഞങ്ങളൊന്നും പ്രതികരിക്കാനില്ല എന്ന സംയമനം ഡി സിക്ക് എന്തുകൊണ്ടാണ്? പരാതിയിൽ ഇ പിയുടെ പരാതിയിൽ ഡി സിയുടെ പേരില്ലാത്ത എന്തുകൊണ്ടാണ് അബിൻ? അത് തീർച്ചയായിട്ടും ഇതിനകത്ത് ശ്രീ ഹാഷ്മി, ഇത് ശ്രീ ഇ പി ജയരാജനാണ് ഇത് കമ്പയിൽ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ വളരെ സ്വകാര്യമായ ദൃശ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിവാഹ ഫോട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു പൊതു ഇടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഉണ്ടാകേണ്ടത് പാർട്ടി വൃത്തങ്ങളിലോ അല്ലെങ്കിൽ തന്നെ ശ്രീ ഇ പി ജയരാജൻ്റെ കയ്യിലോ ഒക്കെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വ്യക്തമായ വിവാഹ ഫോട്ടോ, ആനിവേഴ്സറി ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം നേരിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ പല വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ വിസ്മയ പാർക്കും കണ്ടൽ പാർക്കുമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് കെ സുധാകരനെ ഗുണ്ടാത്തലവൻ എന്ന് വിളിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയം, സാന്റിയാഗോ മാർട്ടിൻ്റെ വിഷയം, എം വി രാഘവനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യങ്ങൾ, തൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അതുമാത്രമല്ല കട്ടൻ ചായയും പരിപ്പുടയും ആ ഒരു പദം ഉപയോഗിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച്, ബന്ധു നിയമനത്തെ സംബന്ധിച്ച്, ഇങ്ങനെ ശ്രീ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വിവാദങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. എൻ്റെ സംശയം ഹാഷ്മി, ശ്രീ ഇ പി ജയരാജനെ പോലെ ഒരു വ്യക്തിയുടെ ഒരു ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ഒരു ആത്മകഥ അത് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം കിട്ടാനാണ്? 180 പേജ്, അതും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഏറ്റവും റെയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർക്ക് ചോർത്തിയെടുത്ത ഒരു വ്യാജ ആത്മകഥ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ആത്മകഥാ സാഹിത്യ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായൊരു വിഷയമാണ്. കാരണം വ്യാജ ആത്മകഥ, വ്യാജ രേഖ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ വ്യാജ ആത്മകഥ എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യാജ ആത്മകഥ നിർമ്മിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ശ്രീ ഹസ്കർ ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടെ കൂട്ടി വായിച്ചാൽ, ഇപ്പോൾ ഡി സി ബുക്സിനും ഇ പി ജയരാജനും വേണ്ടി ഇത് എഴുതിയ വ്യക്തി, ഈ 3 പേർക്കാണ് ഇതിൻ്റെ കണ്ടൻറ് അറിയാമുള്ളൂ, ഈ PDF കയ്യിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡി സി ബുക്സ് ഇത് പുറത്തു വിടില്ല എന്ന് ശ്രീ ഹസ്കർ ഇവിടെ വളരെ കൃത്യമായി നിസ്സംശയം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് പുറത്തു വിട്ടത് 2 പേരാണ്. ഒന്നുകിൽ ശ്രീ ഇ പി ജയരാജൻ, ഇല്ലെങ്കിൽ ഇ പി ജയരാജന് വേണ്ടി എഴുതിയ വ്യക്തി. ഈ 2 പേരിൽ ഒരാളാണ് ഇത് പുറത്തു വിട്ടത്. ഇതിനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ വലിയ അന്വേഷണം, FBI അന്വേഷണമോ അല്ലെങ്കിൽ പാഴൂർ പടിപ്പരയിൽ വെച്ച് നമ്മളൊരു വലിയ പ്രശ്നം വെക്കലോ ഒന്നും നടത്തണ്ട. ഇത് വളരെ കൃത്യമായി ഇത് പുറത്തു വന്ന വഴിയെപ്പറ്റി അറിയാം. പിന്നെ ഡി സി ഇന്നും അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ രവി ഡി സി ഇന്ന് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിനിടയ്ക്ക് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഈ പുസ്തകം പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ഉറപ്പുമില്ലാതെ ഡി സി ബുക്സിനെ പോലൊരു പ്രസാധകർ ഈ പുസ്തകം കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളിത് പുറത്തിറക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമല്ലേ ഹാഷ്മി? ഇതിനകത്ത് വളരെ കൃത്യമായി ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബോണസ് അല്ലേ? ഇ പി ജയരാജൻ്റെ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിവാദമില്ലാത്ത പുസ്തകമാണെന്നുണ്ടെങ്കിൽ ആരാണ് ശ്രീ ഇ പി ജയരാജൻ്റെ പുസ്തകം കുറെ പാർട്ടിക്കാർ വായിക്കുമെന്നുള്ളതല്ലാതെ പൊതുസമൂഹത്തിനിടയ്ക്ക് ഇത് ചർച്ചയാകുന്നത് എങ്ങനെയാണ്? ഇത് ചർച്ചയാകുന്നതിൻ്റെ കാരണം
13-ാം തീയതി വോട്ടിംഗ് ദിനത്തിൻ്റെ അന്ന് EP ജയരാജൻ വിവാദപരമായി പാർട്ടിക്കെതിരെ പറയുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം വരുന്നുണ്ട് എന്നുള്ള വിവരം വന്നതുകൊണ്ട് മാത്രമാണ് ഈ പുസ്തകം പുറത്ത് ഈ പുസ്തകം ഇത്ര ഇതിൽ ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഇത്തരത്തിൽ EP ജയരാജന്റെ മാത്രം സ്വകാര്യ ശേഖരത്തിൽ ഉണ്ടാവേണ്ട പിണറായി വിജയനും EP ജയരാജൻ ഷട്ടൊന്നുണ്ടാകുന്ന നിൽക്കുന്ന വളരെ മനോഹരമായ നല്ല ഫീലുള്ള ഒരു ചിത്രമുണ്ട്. ആ ചിത്രമടക്കം DC-യിലേക്ക് പോയിട്ടുണ്ട്. ആ DC-യിലേക്ക് പോയത് ആകാശം വഴി പോയതല്ല, അത് ത്രൂ മെയിലോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയായിട്ട് പോയിട്ടുണ്ടാവുക. ഇതിൻ്റെ ഓരോ ചാപ്റ്ററും DC-യിലേക്ക് പോയിട്ടുണ്ട്. അതും എന്താണ് അദൃശ്യമായ ഏതെങ്കിലും ശബ്ദവീജികൾ കൂടി പോകുന്നതല്ല, ത്രൂ മെയിൽ തന്നെയാണ് പോകുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ സകലവിധമായ തെളിവുകൾ DC-യുടെ പക്കലുണ്ട്. DC-ക്ക് അത് വേണേൽ പുറത്തുവിടാം, വേണ്ട പുറത്തു വിടേണ്ട. ശ്രീ അബിൻ വർക്കി ഓർമ്മയുണ്ട്, എന്താണ് കീസൺ, എൻ്റെ പേര് കീസൺ എന്നല്ലേ, കീസൺ PR എന്നല്ലേ, ഹിന്ദുവിൽ എഴുതി കൊടുത്തു, ഹിന്ദുവിനോട് വിസ്തീർണം ആരാഞ്ഞു. ഹിന്ദു വളരെ കൃത്യമായി ഇത് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്, പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പറഞ്ഞ PR ഏജൻസി ആളുകൾ എഴുതി തന്നതാണ്, ഞങ്ങൾക്കൊന്നും ഉത്തരവാദിത്തമില്ല. പക്ഷേ ജേർണലിസ്റ്റിക് സെൻസിൽ ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. ഹിന്ദുവിനെതിരെ കേസില്ല, ഏജൻസിക്കെതിരെ കേസില്ല, അന്തരീക്ഷത്തിൽ ഇല്ലാതായി പോയില്ലേ എന്ന് പറയും മട്ടിൽ ഒരൊറ്റ സൂചന പുറത്തുവിട്ടാൽ പോരെ DC-ക്ക്? DC എന്തിനാണ് EP ജയരാജനെ കാത്തു സംരക്ഷിക്കുന്നത് ശ്രീ അബിൻ വർക്കി? അതായത് ശ്രീ ആഷ്മി, DC-ക്ക് ഇതുകൊണ്ട് എന്താണ് നഷ്ടമുള്ളത്? DC ബുക്സിന് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആലോചിക്കുക, DC ബുക്സിന് എന്താണ് ഇതുകൊണ്ട് നഷ്ടമുള്ളത്? അവരുടെ കയ്യിൽ ഈ പുസ്തകം ഇറക്കാൻ പറ്റുന്ന കൃത്യമായ എഗ്രിമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചത് ലോട്ടറി അല്ലേ ഹാഷ്മി? ഒരു പുസ്തകം ശ്രീ EP ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളുടെ പ്രൈം ടൈം ഡിസ്കഷനായി മാറുകയും നിങ്ങൾ ഓരോ മിനിറ്റിൽ തന്നെ 5 പ്രാവശ്യം DC ബുക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ DC-യെ സംബന്ധിച്ച് ഇതിൽ പരം മാർക്കറ്റിംഗ് ലോട്ടറി എവിടെ നിന്ന് കിട്ടാനാണ്? അപ്പോൾ അവരെന്തിനാണ് വെറുതെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത EP ജയരാജനെതിരായിട്ട് സംസാരിക്കുന്നത്? അതാണ് ശ്രീ രവി DC എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ രാഷ്ട്രീയക്കാരെ മുഴുവൻ ബഹുമാനിക്കുന്നു, ഞങ്ങൾക്ക് ആരോടും ഒരു ശത്രുതയും ഇല്ല എന്ന് പറഞ്ഞത് വളരെ വ്യക്തമല്ല. ഒരു പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ബിസിനസ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഇതിനകത്ത് നഷ്ടമുള്ളത്? ഇത് വളരെ വ്യക്തമാണ്. EP ജയരാജൻ ഇത് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു കിടക്കുന്ന, വളരെ രഹസ്യമായി പലരോടും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് പത്രമാധ്യമ പ്രവർത്തകരോട് രഹസ്യമായി തന്നെ ഇതുപോലെ പലതും EP ജയരാജൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പറഞ്ഞത് ഇപ്പോൾ EP ജയരാജൻ ഇത് പറഞ്ഞോ? ജനങ്ങൾക്ക് മനസ്സിലായി EP ജയരാജൻ്റെ ഉള്ളിൽ ഇതൊക്കെയുണ്ട്, EP ജയരാജൻ പറഞ്ഞത് ഇതൊക്കെയാണ്, EP ജയരാജൻ പറഞ്ഞതാണ് ശരിയെന്ന് ജനങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ സംഘടനാപരമായി നിയമപരമായി EP ജയരാജൻ വളരെ നല്ലൊരു നിരപരാധിയായ ഒരു നിഷ്കുവായി ഇന്നും കേരളത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ EP ജയരാജൻ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റിൽ പോലുമുള്ള ഒരു ബുദ്ധി നിങ്ങൾ ആലോചിച്ചോ? അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റിൽ DC ബുക്സിൻ്റെ പേരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 24 ഒക്കെ സെക്കൻഡ് ഇൻ ഹാൻഡ് അല്ലേ, മനോരമയൊക്കെ സെക്കൻഡ് ഇൻ ഹാൻഡ് അല്ലേ? കാരണം എന്താ, ഇത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്? അവർ ആരോപിക്കുന്നത് പോലെ DC ബുക്സിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ, CPM ആരോപിക്കുന്നത് പോലെ DC ബുക്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ DC ബുക്സിനെതിരെ പരാതി വേണ്ടേ? എന്തുകൊണ്ടാണ് DC ബുക്സിനെതിരെ പരാതി ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? അത് വളരെ വ്യക്തമാണ്. EP ജയരാജൻ്റെ ബുദ്ധിയാണിത്. EP ജയരാജൻ കൃത്യമായി CPM-ൻ്റെ തോൽവി ഉറപ്പാക്കാൻ ആഗ്രഹിച്ചു. 13-ാം തീയതി രാവിലെ ഇത് പുറത്തു വരാൻ ആഗ്രഹിച്ചു. ആ പുറത്തു വരാൻ പാകത്തിലുള്ള കണ്ടന്റ് പുറത്തുവിട്ടു. പിണറായി വിജയനും ഗോവിന്ദനുമെതിരായ പണി കൊടുത്തു. എന്നാൽ EP ജയരാജൻ ഇന്ന് നല്ല വെള്ള ചമയുന്നു. കാരണം എന്താ? ഞാൻ പുറത്തിറക്കിയിട്ടില്ല, എൻ്റെ കൃതി പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ സംശയിക്കാൻ? വളരെ